ഹായ് ഫ്രണ്ട്സ്, പച്ചപ്പാണിൻ്റെ സന്തോഷം എന്ന ചാനലിലേക്ക് ഹൃദയപൂർവ്വം ഏവർക്കും സ്വാഗതം. പച്ചപ്പാണിൻ്റെ സന്തോഷം ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് മലങ്കര ഡാം. മലയാളത്തിൻ്റെ സ്വന്തം ഡാമാണ് മലങ്കര ഡാം. മലങ്കര ഡാം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലെ തൊടുപുഴയ്ക്കടുത്ത മുട്ടം പഞ്ചായത്തിലാണ്. മുട്ടം പഞ്ചായത്ത് ജംഗ്ഷന് താഴെയായി ചെക്ക് ഡാമായി സ്ഥിതി ചെയ്യുന്ന ഒരു മനോഹരമായ ഡാം സൈറ്റ് വ്യൂ ആണ് മലങ്കര ഡാം. മലങ്കര ഡാമിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ മൂലമറ്റം പവർ ഹൗസിൽ നിന്നും കറണ്ട് ഉൽപ്പാദിപ്പിച്ചതിന് ശേഷം പുറന്തള്ളുന്ന വെള്ളം തൊടുപുഴയാറിലൂടെ വരുന്ന വെള്ളത്തെ ഒരു ചെക്ക് ഡാം തീർത്തുകൊണ്ട് അണകെട്ടി നിർത്തി വീണ്ടും അത് കൃഷിക്കും കറണ്ട് ഉൽപ്പാദിപ്പിക്കാനുമായി ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇടുക്കിയിൽ നിന്നും കറണ്ട് ഉൽപ്പാദിപ്പിച്ച് മൂലമറ്റത്തു നിന്ന് പവർ ഹൗസിൽ നിന്ന് പുറന്തള്ളുന്ന വെള്ളമാണ് ഇതിലേക്ക് എത്തുന്ന വെള്ളം. ചില കാരണവന്മാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കറണ്ട് ഉൽപ്പാദിപ്പിച്ച വെള്ളത്തിന് പിന്നെ വലിയ ഗുണമെല്ലാം ഉണ്ടോ എന്ന്. എന്നാൽ ആ വെള്ളത്തിൽ നിന്ന് വീണ്ടും കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നു തന്നെയുമല്ല, മൂവാറ്റുപുഴ വാലി ഇറിഗേഷൻ പ്രോജക്റ്റിൻ്റെ ഭാഗമായി നമ്മുടെ മൂവാറ്റുപുഴ കോതമംഗലം ഏരിയയിലൊക്കെ കൃഷിക്ക് ഉപയോഗിക്കുന്ന വെള്ളവും ഇവിടെ നിന്ന് വരുന്നതാണ് എന്ന് നാം ഓർക്കണം. അപ്പോൾ പ്ലാനിങ്ങോടുകൂടി നമ്മുടെ കേരളം ഓരോ പദ്ധതിയുമായി ഇങ്ങനെ മുമ്പോട്ട് പോകുന്നത് കേരളത്തിൻ്റെ മാത്രം ഒരു പ്രത്യേക കാഴ്ചയാണ്. അതിമനോഹരമായ കാഴ്ചയുമാണ്. ഞാനും കുടുംബവും നല്ല മനോഹരമായ കാലാവസ്ഥയിലാണ് വീട്ടിൽ നിന്ന് പുറപ്പെട്ടത് എങ്കിലും വീട്ടിൽ നിന്ന് പുറപ്പെട്ടതിന് ശേഷം വാർത്ത വന്നു ഇടുക്കി ജില്ലയിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു എന്ന്. എന്നാലും അത് കാര്യമാക്കിയില്ല. മെല്ലെ അവിടെ പോയി ഒരാൾക്ക് 20 രൂപയാണ് പാസ്. അങ്ങനെ ഞങ്ങൾ പാസ് എടുത്ത് അവിടെ കയറി. ഫോട്ടോഗ്രാഫിയും വീഡിയോയും ഒക്കെ നിരോധിച്ചിട്ടുണ്ട്, സ്ട്രിക്റ്റായിട്ട് നിരോധിച്ചിരിക്കുന്നു എന്ന് അവിടെ നിന്ന് അറിയിപ്പുണ്ടായി. എന്നാലും കുട പിടിച്ച് ഞാൻ അത്യാവശ്യം വീഡിയോ ഒക്കെ ഒന്ന് പകർത്തുകയാണ് ചെയ്തത്. മഴയായതുകൊണ്ട് ഡാമിൻ്റെ മുഴുവൻ ഭാഗവും എനിക്ക് പകർത്തുവാൻ കഴിഞ്ഞില്ല. ഡാമിൻ്റെ മുകളിൽ നിന്നുള്ള ദൃശ്യമാണ് ഈ കാണുന്നത്. മുട്ടം പഞ്ചായത്തിന് ഒരു ടൂറിസം പ്ലേസ് കൂടിയാണ് ഈ മലങ്കര ഡാം. മലങ്കര ഡാമിൻ്റെ താഴേക്കുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. ഡാമിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ വലിയ ഒരു സീൽക്കാര ശബ്ദം പോലെ വെള്ളത്തിൻ്റെ ചാട്ടവും അതിൻ്റെ ആ മനോഹാരിതയും ഞാനിങ്ങനെ പകർത്തുകയാണ്. പച്ചപ്പാണിൻ്റെ സന്തോഷം ഇത്തരം കാഴ്ചകൾ പച്ചപ്പിനെ മാത്രം പ്രകീർത്തിച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്നാൽ പ്രകൃതി അതിമനോഹരമാണ്. പ്രകൃതിയുടെ സൗന്ദര്യം എത്ര ആസ്വദിച്ചാലും നമുക്ക് മടുപ്പില്ല. അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അങ്ങും മലകളിൽ വലിയ മഴ പെയ്തു മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ മഴ ഇവിടുന്ന് ഒന്ന് പെയ്തു പോയതാണ്. വീണ്ടും മഴ വരുന്നു എന്ന് കണ്ടപ്പോൾ നമ്മൾ അടുത്ത സ്ഥലം തേടി സെക്യൂരിറ്റിക്കാരുടെ ഒരു റൂമുണ്ട് അവിടെ. പോലീസ് സെക്യൂരിറ്റിക്കാരുടെ റൂമിലേക്ക് ഞാനും ഭാര്യ മാതാവും കൂടി കയറി നിന്നു. ഒരു കൊച്ചുമുറി, ചുറ്റും ജനാലയുള്ള സെക്യൂരിറ്റി റൂം. എത്ര മഴ പെയ്താലും അത് സുഖമായി നമുക്കവിടെ നനയാതെ നിന്നു. അതിനുശേഷം മഴ തോർന്നതിന് ശേഷം വീണ്ടും നമ്മൾ ഡാമിൻ്റെ പുറകുവശത്തുള്ള, അതായത് താഴ്ഭാഗത്തുള്ള പ്രദേശത്തേക്ക് പോയി. അവിടെ ചെല്ലണമെങ്കിൽ മറ്റൊരു ഗേറ്റിലൂടെയാണ് കടന്നു പോകേണ്ടത്. രണ്ടും അടുത്തടുത്താണ് എങ്കിലും 2 തരത്തിലാണ് ഗേറ്റുകൾ. അവിടെ നിന്ന് നോക്കുമ്പോഴുള്ള കാഴ്ചകൾ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത മനോഹാരിതയാണ് നമുക്ക് സമ്മാനിക്കുന്നത്. ഭാര്യയ്ക്ക് അപ്പോൾ ഒരാഗ്രഹം, പാലത്തിൻ്റെ മുകളിൽ നിന്ന് ഞാനങ്ങനെ മലമുകളിനെ ലക്ഷ്യമാക്കി വീഡിയോ എടുക്കുമ്പോൾ ഭാര്യ മുന്നിൽ വന്ന് അത് കണ്ട് ആസ്വദിക്കുകയാണ്. മലമുകൾ എന്ന് വെച്ചാൽ ഈ കാണുന്ന വടക്കൻ മലകളുടെ സഖ്യപർവ്വതത്തിൻ്റെ അങ്ങ് കിഴക്ക് തെക്കായിട്ട് രൂപപ്പെടുന്ന പ്രദേശമാണ് ഈ കാണുന്നത് എന്ന് നാം ഓർക്കണം. എത്ര കണ്ടാലും മതിവരാത്ത കാഴ്ചകളാണ്. പച്ചപ്പും അതുപോലെ ഈ പ്രകൃതിയിൽ കെട്ടിനിർത്തി വെള്ളം കൃഷിക്ക് ഉപയോഗിക്കുന്ന ഡാം സൈറ്റുകളൊക്കെ കാണുക എന്നുള്ളത് വല്ലാത്തൊരു അനുഭൂതി തന്നെയാണ്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഞാൻ ഒന്നുകൂടെ ആ ഡാമിൻ്റെ താഴ്ഭാഗത്തു നിന്നുള്ള കാഴ്ചകൾ നിങ്ങളിലേക്ക് പകർത്തുന്നത്. വെള്ളച്ചാട്ടവും പ്രകൃതിയുമൊക്കെ ഏതൊരാളുടെയും ഇഷ്ടമുള്ള കാഴ്ചകളാണല്ലോ. അങ്ങനെ അതും കണ്ട് ലാസ്റ്റ് അവിടെ ഒരുക്കിയിട്ടുള്ള ചിൽഡ്രൻസ് പാർക്കിലേക്ക് ഒന്ന് കയറി. മഴ പെയ്തതുകൊണ്ട് ഞാൻ മാത്രമാണ് പാർക്കിലേക്ക് ഇറങ്ങിയത്. എന്നാലും ഈ പാർക്കൊക്കെ
കാണുക എന്നുള്ളത് വല്ലാത്തൊരു അനുഭൂതി തന്നെയാണ്. കാരണം ഒരു ദിവസമൊക്കെ ഉച്ചയ്ക്ക് ഊണുമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഈ വിശാലമായ ഈ ഡാം സൈറ്റുകളും ഈ റിസർവോയറും അതുപോലെ ഈ ചിൽഡ്രൻസ് പാർക്കുമൊക്കെ ഒന്ന് കവർ ചെയ്ത് പോന്നാൽ മനസ്സിന് വല്ലാത്തൊരു അനുഭൂതിയും ശരീരത്തിന് ഒരു വ്യായാമവും അതുപോലെ പ്രത്യേക ഒരു സുഖവുമാണ് ലഭിക്കുന്നത് എന്ന് മാത്രമാണ് എനിക്കിതിലൂടെ പറയുവാനുള്ളത്. പച്ചപ്പാണിൻ്റെ സന്തോഷം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ കാണിക്കുമ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ ആ കൊച്ചു ബെൽ ബട്ടൺ ഒന്ന് അമർത്തിയാൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളും കാണും. ഓൾ ബട്ടൺ അമർത്തിയാൽ പിന്നെ നിങ്ങൾക്ക് വീഡിയോ വന്നുകൊണ്ടേയിരിക്കും. ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ. ലൈക്ക് ചെയ്യാനൊന്നും പ്രത്യേകം മുടക്കില്ലല്ലോ. സ്നേഹം നിറഞ്ഞവരെ, പച്ചപ്പാണിൻ്റെ സന്തോഷം എന്ന കാഴ്ചകൾ ഇന്ന് ഇവിടെ അവസാനിക്കുകയാണ്. ഓരോ ദിനങ്ങളും ഇതുപോലുള്ള കാഴ്ചകൾ നിങ്ങളിലേക്ക് ഞാൻ എത്തിച്ചുകൊണ്ടേയിരിക്കും. കാരണം സഞ്ചാരം ഞാൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. സഞ്ചാരമാണ് ഇനി എൻ്റെ ലക്ഷ്യം. അധ്വാനം രാവിലെ, ഉച്ചയ്ക്ക് ഒരു വിശ്രമം, വൈകിട്ട് ഒരു യാത്ര. ഇതായിരിക്കും എൻ്റെ ലക്ഷ്യം. അങ്ങനെ ആ വഴികളിലൂടെ ഞാൻ സഞ്ചരിക്കുകയാണ്. ഞാൻ കാണുന്ന കാഴ്ചകളെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ ശ്രമിക്കും എന്ന് പറഞ്ഞുകൊണ്ട് പച്ചപ്പാണിൻ്റെ സന്തോഷം എന്ന ചാനൽ കാഴ്ചകൾ കണ്ട നിങ്ങൾക്കേവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ കാഴ്ചകൾ അവസാനിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. ഗുഡ് ബൈ.